ഇത് എവിടെ പോയി? ആ ഞാനാ കോളേജിലാ പഠിച്ചേ. ചേട്ടൻ എങ്ങനെ അറിയാ കോളേജ്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ കോളേജിലാണ് പഠിച്ചിരുന്നത്. ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അവിടെ. ഓ അത് ശരി. നിധി, നീ നീ എന്താ ഇവിടെ നിൽക്കുന്നേ? അത് ഞാൻ ബാത്റൂം പോകാൻ വേണ്ടി വന്നതാ. അപ്പോഴേ ഈ ചേട്ടനെ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. വെറുതെ സംസാരിക്കായിരുന്നു. ശരി, വാ, നമുക്ക് അടുത്ത സ്റ്റോപ്പ് ഇറങ്ങേണ്ടതല്ലേ? ഡാ നിരഞ്ജ, എണീറ്റേ. എത്ര സമയമായി ഉറങ്ങുന്നു? നമ്മൾ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുക. നേരൊന്നും വെളുത്തിട്ടില്ല, നീ പോയ അവിടുന്ന്. അത് ശരി, നേരം വെളുത്തിട്ടില്ല അല്ലേ? ഇവിടെ തന്നെ കിടക്കാനാണ് പ്ലാനെങ്കിൽ മോൻ ഇവിടെ കിടന്നോ, ഞാൻ ഇറങ്ങുക. ഓ ഡാമിറ്റ്. ആഹാ, എത്ര മനോഹരമായ നാട്. ഇതാണ് മോനെ സ്വർഗം. ഇതല്ലാതെ മറ്റേതാണ് മോനെ സ്വർഗം? ആ നിരഞ്ജ, മോനെ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം നിരഞ്ജൻ ലച്ചുവിനെ കാണാൻ നാട്ടിലെത്തിയിരിക്കുന്നു. ഓടാ അവിടുന്ന്. ഇത്രയും നാൾ ഈ ലച്ചു ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അന്വേഷിച്ചില്ലല്ലോ നീ. പിണങ്ങാതെ ലച്ചു, തിരക്കായോണ്ടല്ലേ. ഡാഡി നിന്നെ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഓ, പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, കല്യാണക്കാരൻ പറയാനല്ലേ. ഈ ഡാഡിക്ക് ശരിക്കും എന്താ എന്നെ കെട്ടിക്കാഞ്ഞിട്ട് മമ്മി? ഒറ്റ മോനല്ലേടാ നീ ഞങ്ങൾക്ക്. എന്ന് വെച്ച് എനിക്ക് 25 വയസ്സായിട്ടേ ഉള്ളൂ, ഇപ്പോഴാണ് എന്നെ പിടിച്ച് കെട്ടിക്കുക? ആ ഡാഡി വരുന്നുണ്ട്, നീ നേരിട്ടങ്ങ് ചോദിച്ചോ. എൻ്റെ അമ്മേ, മമ്മി ഇനി ഇതിനെ പറ്റിയൊന്നും പറയരുത് കേട്ടോ. ഓ, മോനപ്പം പേടിയൊക്കെ ഉണ്ടല്ലേ? മിണ്ടോതിരിയുടെ തെണ്ടി. ആ, നിങ്ങൾ വന്നോ? എന്തൊക്കെ കാശി വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങളാ അങ്കിൾ. അങ്കിളിനോ? ആ, എനിക്കും. അയ്യോ മോനെ, ഞാൻ മോൻ്റെ കാര്യം വിട്ടുപോയിട്ടോ. ഇവനോട് സംസാരിച്ചിട്ട് ഞാൻ മോനെ അങ്ങ് വിട്ടുപോയി. ഏയ്, അതൊന്നും സാരമില്ല ആൻറ്റി. നീ സംസാരിച്ച് നിൽക്കാതെ അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കലച്ചോ. ആ ഞാനിപ്പോൾ എടുക്കാം. എന്തായാലും രണ്ടുപേരും പോയി റെസ്റ്റ് എടുക്ക്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിരഞ്ജ, ഞാൻ റൂമിലേക്ക് പോവാ. എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ക്ഷീണമുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ആ, നീ ചെല്ലേ, ഞാൻ വന്നോളാം. നിർത്തടി അധിക പ്രസംഗി. മാമ വേണ്ട, ഇനി അവളെ തല്ലല്ലേ. മനു, നീയും അവളുടെ കൂടെ കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ധ്വനിയച്ചി, എന്തു പറ്റി മോളെ? എന്തിനാ നീ കരയുന്നേ? നീ കരയാതെ കാര്യം പറയുന്നതീ. എന്താ കാര്യം? നീ മനുവേട്ടനോട് പറഞ്ഞില്ലേ? ഞാനിങ്ങനെ പറയും? ഏട്ടന് ഇഷ്ടം ചേച്ചിയല്ലേ, എന്നെ ഏട്ടന് ഒട്ടും ഇഷ്ടമല്ല. മോളെ, ഞാൻ നിന്നോട് എന്താ പറയുക? എനിക്കൊന്നും അറിയില്ല. എനിക്കറിയാം, മനുവേട്ടനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈശ്വര, ഇനി എന്താ ചെയ്യാ? ധ്വനി, ആ മനുവേട്ടാ. നീ എന്തെങ്കിലും ജോലിയിലാണോ? ഏയ് അല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുമായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓ, എനിക്കും അതെ. പിന്നെ മഴയൊക്കെ അല്ലേ, അത് വേറൊരു വൈബാ. പിന്നെ പോയ കാര്യം എന്തായി? ആ കാര്യം പറയാതിരിക്കുക നല്ലത്. അവിടെ ചെന്നപ്പോൾ അവള് പറഞ്ഞ ആളുടെ പൊടി പോലും ഇല്ല. തെരഞ്ഞങ്ങനെ കാണും, കൂടെ തന്നെ ഉണ്ടല്ലോ. നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഞാനൊന്നും പറഞ്ഞില്ല. എന്നാലും അവള് പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ
എന്താണാവ കാരണം? എനിക്കറിയില്ല, അവളോട് തന്നെ ചോദിക്കായിരുന്നില്ലേ? അയ്യോ ചൂടാവാതെ, ഞാൻ വെറുതെ എൻ്റെ ഒരു സംശയം ചോദിച്ചോന്നേ ഉള്ളൂ. എങ്കിൽ ശരി മനുവേട്ടാ, എനിക്കൊരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ട്. അർജൻറ്റാണോ? ഞാൻ വേണമെങ്കിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ സ്കൂട്ടി എടുത്ത് പൊയ്ക്കോളാം. ഡാഡി, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ഡാഡി. നീ ആദ്യം ഭക്ഷണം കഴിക്ക്, എന്നിട്ട് റൂമിലേക്ക് വാ. മോനെ നിരഞ്ജ, നീ ഇനി എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. ഡാഡി നിനക്ക് വേണ്ടി ഒരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല അസല് കുട്ടിയാ, എനിക്കിഷ്ടായി. അയ്യടാ, എന്നാൽ ഡാഡിയോട് പോയി കെട്ടാൻ പറ. എനിക്ക് വേണ്ട. നീ ഈ പറഞ്ഞത് ഡാഡിയോട് ചെന്ന് പറ, ഞാനൊന്ന് കാണട്ടെ. അയ്യടാ, എന്താക്കിനി? ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ആ പെണ്ണിനെ കെട്ടില്ല. നീ ആദ്യം ചെന്ന് അവളെ കാണ്, എന്നിട്ട് പറ കെട്ടില്ല എന്നൊക്കെ. ഇനി എത്ര സൗന്ദര്യമുള്ള പെണ്ണ് വന്നാലും അവളെ പോലെ ആവില്ല മമ്മി. ഈ ചെറുക്കൻ ഇതുവരെ ആ പെണ്ണിനെ മനസ്സിനെടുത്ത് കളഞ്ഞില്ലേടാ. ആൻറ്റി, ഫസ്റ്റ് ലവല്ലേ, അതൊരിക്കലും മറക്കാൻ കഴിയില്ല. രണ്ടും കൊള്ളാം. അതെങ്ങനെ? കൂട്ട് നന്നാലല്ലേ കൂട്ടുകാരൻ നന്നാവുള്ളൂ. നീ ആദ്യം ചെന്ന് ആ കുട്ടിയെ ഒന്ന് കാണ്, കണ്ടിഷ്ടപ്പെട്ടിട്ട് മതി. അതല്ലെങ്കിൽ വേറെ നോക്കാം. എന്തായാലും കല്യാണം ഇപ്പോൾ തന്നെ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കുറച്ച് കഴിയട്ടെ. എന്നാലും എന്നെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സാരം. പിന്നെ വർമ്മ പറഞ്ഞത് നിന്നോട് കുറച്ച് ദിവസം അവിടെ നിൽക്കാനാ. അവിടെ നിൽക്കാനോ? അതൊന്നും വേണ്ട ഡാഡി. ഒരാഴ്ചയല്ലേ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഓ ഡാമിറ്റ്, ഞാൻ ആരോട് പറയാനാ ഇതൊക്കെ? എന്നോട് പറയടാ, ഞാനിവിടെ പയറ് പോലെ നിൽക്കല്ലേ. പണഞ്ഞിട്ട് എന്തിനാ? നാളെ എന്തായാലും ഞാൻ അവിടെ പോകേണ്ടി വരും. എവിടെ? നേരത്തെ മമ്മി പറഞ്ഞില്ലേ, ആ പെണ്ണിനെ കാണാൻ. അതുമല്ല, അവിടെ ഒരാഴ്ച സ്റ്റേ ചെയ്യും വേണത്രേ. അത് കലക്കി, അതെനിക്കിഷ്ടമായി. അതാവുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും കൂടി അടുക്കാലോ. അത് തന്നെ എല്ലാവരുടെയും പ്ലാൻ. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യാൻ? നാളെ എന്തായാലും നമ്മളവിടെ പോവുമല്ലോ. നാളെ തന്നെ അവളെ വെറുപ്പിച്ചെടുക്കണം. വെറുപ്പിക്കുക അല്ലെങ്കിൽ നീ ബെസ്റ്റാണല്ലോ. നമുക്കത് തന്നെ ചെയ്യാം. പോടാ അവിടുന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, അവൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. തേച്ചിട്ട് പോയവളെക്കുറിച്ച് ഓർത്ത് ജീവിതം തൊലക്കാൻ നിനക്ക് നാണമില്ലേ? നാണം ഇല്ലാഞ്ഞിട്ടല്ലടാ, എന്നാലും അവൾ എന്നെ തേച്ചിട്ട് പോയത് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയണം.